ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു കിച്ചൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ചാനലും മോണിറ്റേഷൻ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമാണ് കേട്ടോ ഇപ്പൊ എനിക്ക്. അപ്പൊ ആദ്യമായിട്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളുടെ കൂടെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ വളരെയധികം താഴ്മയോടുകൂടി നന്ദി പറയും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ ഇന്നിപ്പം ഈ ഒരു നിമിഷത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ചാനല് മോണിറ്റേഷൻ ആയിട്ട് ഒരു 3 വീക്ക് ആയി കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ മോണിറ്റേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയി പോയത് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു യൂട്യൂബ് ചാനൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ 1 വർഷം പകുതി ആവുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നന്നായിട്ട് എന്നും ഡെയിലി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 2 മന്തും കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 വർഷമായി ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകണമെങ്കിൽ എന്തൊക്കെ വേണ്ടത്. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതേപോലെ തന്നെ 4000 വാച്ച് അവർ വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് മോണിറ്റേഷൻ ആയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോയിലൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലോങ് വീഡിയോസ് എടുക്കാനുള്ള സമയമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോയിട്ടാണ് എനിക്ക് ഇന്നിപ്പം എന്താ പറയുക മോണിറ്റേഷൻ എന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി, ചാനൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്താ പറയണ്ടേ, ഒരു 3 മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് 1000 സബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഒരു 6 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഹാഫ് മോണിറ്റേഷൻ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ എൻ്റെ മുന്നോടിയായിട്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഫുൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. എന്താണെന്നറിയില്ല, പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ മോണിറ്റേഷൻ എന്ന ഒരു 1 മന്തിൽ കിടക്കാൻ സാധിച്ചു എന്നതാണ് കേട്ടോ അതിൻ്റെ വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഇതൊരിക്കലും സാധിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ ഒരു ഇടക്കാലം കൊണ്ട് മടുത്തു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെയുള്ള പലരുടെയും ഭാഗത്തു നിന്നുള്ള കുത്തുവാക്കുകൾ അങ്ങനെയൊക്കെ എടുപ്പോൾ നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു മടുത്തു തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ കൂടെ കട്ടിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോരെ നമുക്കൊരു സപ്പോർട്ട്. നമ്മളെ തളർത്താൻ 1000 പേരുണ്ടെങ്കിലും നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഒരാളുണ്ടെങ്കിൽ അത് നമുക്കൊരു കരുത്തല്ലേ. ഏതായാലും തുടങ്ങി വെച്ചാൽ അപ്പോൾ അതിനൊരു അന്ത്യം കാണുന്നത് വരെ അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നൊരു ദൃഢമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെ സപ്പോർട്ടുള്ളവർ അത് 2-3 പേരാണെങ്കിൽ പോലും അതെനിക്കൊരു വിജയമായിരുന്നു. യൂട്യൂബിൻ്റെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ വരെ എത്തി നിൽക്കാനുള്ള കാരണം അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ വരെ എത്താൻ കഴിയുമെങ്കിൽ എന്നെപ്പോലെയുള്ള പലർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ ഇവിടെ വരെ എത്തിപ്പറ്റാനെങ്കിലും സാധിക്കും. അത് ഉറപ്പാണ്. നമ്മൾ വിശ്വസിക്കുക, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ അതിൻ്റെ പഠിക്കങ്ങ് നടന്നോളൂ. പിന്നെ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. അപ്പം നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. പിന്നത്തേക്ക് മാറ്റി വെക്കുക എന്ന് കരുതുകയാണെങ്കിൽ ഒരു 4-5 കൊല്ലം ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം പിന്നെ പുതിയതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ്, നമ്മൾ എന്ത് രീതിയിലുള്ള കണ്ടന്റ് ആണോ നമ്മൾ മൂവ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ മൂവ് ചെയ്ത് മുന്നോട്ട് പോകുക. പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചാനൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മളെ തളർത്താൻ ഇഷ്ടംപോലെ മനുഷ്യരുണ്ടാവും കേട്ടോ. അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോ ഇട്ട് പോവുക, അതാണ്. അപ്പം ഒരു പ്ലാറ്റ്ഫോം ആകുമ്പം പലതരത്തിൽ നിന്നും നമ്മളൊക്കെ സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലൊന്നും തളരാതെ നമ്മുടെ ആഗ്രഹം സഫലമാകുന്നത് വരെ നമുക്ക് മുന്നോട്ട് നല്ല കട്ടിക്ക് പോവുക എന്നത് മാത്രമാണ് കേട്ടോ. പിന്നെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ് ആകും. പിന്നെ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഇന്നത് വേണം എന്നുള്ള രീതിക്ക് അത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുക, എൻ്റെ ചാനൽ മോണിറ്റേഷൻ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു താങ്ക്സ് നിങ്ങളോട് പറയുവാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നേക്ക് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.